സാമ്പത്തിക പരാധീനതകളിൽ വലയുന്ന രോഗികൾക്ക് ആശ്രയമാകുകയാണ് തൃശൂരിൽ ജാനകി പട്ടാഭിരാമൻ സ്മൃതി ട്രസ്റ്റ് ആരംഭിച്ച സൗജന്യ ആരോഗ്യ പരിപാലന കേന്ദ്രം. എല്ലാവർക്കും സൗജന്യ കൺസൾട്ടേഷനും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ മരുന്നും ട്രസ്റ്റ് നൽകുന്നു. ഏപ്രിൽ 13 ശ്രീമതി ജാനകി പട്ടാഭിരാമൻ സ്മൃതി ട്രസ്റ്റിന്റെ സൗജന്യ ആരോഗ്യ പരിപാലന കേന്ദ്രം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തത്. ജാതിമത വർണ്ണ ലിംഗഭേദമന്യേ സാമ്പത്തിക പരാധീനതകളിൽ വലയുന്ന രോഗികൾക്ക് ആശ്രയമൊരുക്കുമെന്ന് കല്യാൺ സിൽക്സിന്റെ ചെയർമാനും ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായ TS പട്ടാഭിരാമൻ അന്ന് ഉറപ്പു നൽകിയിരുന്നു. 4 മാസത്തിനപ്പുറം അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രവൃത്തി ദിവസങ്ങളിൽ 70ഓളം രോഗികൾക്ക് സൗജന്യ കൺസൾട്ടേഷൻ നൽകുകയാണ് ഈ കേന്ദ്രം. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 12 മണി വരെ ജനറൽ ഫിസിഷ്യന്റെ സേവനം ലഭ്യമാണ്. മാസത്തിലെ ആദ്യത്തെയും മൂന്നാമത്തെയും വ്യാഴാഴ്ച ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരും വൈകിട്ട് 3:30 മുതൽ 5:30 വരെ സേവനം നൽകും. ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ ജനറൽ ഫിസിഷ്യൻ മാത്രം ഒരു 60-70 ആൾക്കാരെ നമുക്കിവിടെ നോക്കുന്നുണ്ട് ഒരു ദിവസം. നമ്മൾ കാലത്ത് 9 മണി മുതൽ 12 മണി വരെയാണ് ഒരു സമയം വെച്ചിട്ടുള്ളെങ്കിലും ഉച്ചയ്ക്ക് ഒരു 3 മണി ഇല്ലെങ്കിൽ 4 മണി വരെ ഇത് നീണ്ടു പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ജനറൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു 35-40 വർഷമായി മെഡിക്കൽ കോളേജുകളിൽ മാത്രം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. സാധാരണ എല്ലാവർക്കും 58 വയസ്സിലാണ് റിട്ടയർമെൻറ്റ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളും കണക്കാക്കിയിട്ട് ഒരു 72 വയസ്സ് വരെ ഡോക്ടറെ ഗവൺമെൻറ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമുക്ക് ഇവിടെ ഡോക്ടറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ താല്പര്യമാണ്. എല്ലാവർക്കും സൗജന്യ കൺസൾട്ടേഷനും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ മരുന്നും ട്രസ്റ്റ് നൽകുന്നു. ഉടൻ തന്നെ മെഡിക്കൽ സ്റ്റോറും പ്രവർത്തനം ആരംഭിക്കും. തൃശൂർ പൂങ്കുന്നം പുഷ്പഗിരി അഗ്രഹാരത്തിലാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ജനം, തൃശൂർ.